ആദ്യം ഇപ്പൊ എഴുതിയ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് ഒന്ന് വരട്ടെ, മെയിൻസിനെ പഠിക്കുന്ന കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇപ്പോൾ പാഴാക്കി കളയുന്ന ഓരോ നിമിഷവും ഉണ്ടല്ലോ, അത് കാലിന്റെ അടിയിൽ നിന്നും ഒലിച്ചു പോകുന്ന മണ്ണിനെ പോലെയാണ്. ഈ കാത്തിരിപ്പിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് വിലപ്പെട്ട ദിവസങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വിജയ സാധ്യതയുമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രിലിംസ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല, മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. പക്ഷെ നിങ്ങളെ അലട്ടുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലേ, പ്രിലിംസിൽ എത്ര മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻസിൽ എന്താണ് പഠിക്കേണ്ടത്, സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും വന്നിട്ടില്ലല്ലോ, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഈ വീഡിയോ അതിനുള്ള വ്യക്തമായ മറുപടിയാണ്. സ്റ്റിൽ ഞാൻ പറയാണ്, ഈ ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പോലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുള്ളൂ. അത് സ്വാഭാവികം മാത്രമാണ്. കാര്യം കുറച്ച് ആൾക്കാർക്കുള്ള സീറ്റ് മാത്രമല്ല PSCയിലുള്ളൂ. ഉഴപ്പി അടിച്ചു നിൽക്കുന്ന ആൾക്കാർ ഉഴപ്പി ലേസി ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും റിസൾട്ട് നേടണം എന്ന തീവ്രമായ ആഗ്രഹമുള്ളിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരായിരിക്കും ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നതും മെയിൻസിന് തന്ത്രപരമായി പഠിച്ചു തുടങ്ങുന്നതും സുരക്ഷിതമായ ഒരു റാങ്കിലേക്ക് എത്തുന്നത്. സോ ചോദ്യം നമ്പർ 1, എന്ത് പഠിക്കണം, എന്താണ് നമുക്കിനി പഠിക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കുക, കോമൺ ടോപ്പിക്സ് വെച്ച് പഠിച്ചു തുടങ്ങിയോളൂ. കാര്യം സ്പെഷ്യൽ ടോപ്പിക്സ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, ജോഗ്രഫി, എക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി, ഇതൊക്കെ പ്രിലിംസിനും മെയിൻസിലൊക്കെ ഒരുപോലെയുള്ള ടോപ്പിക്സ് തന്നെയല്ലേ. ഇത് മെയിൻസിനും വളരെ വലിയ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ തന്നെയല്ലേ. അതുകൊണ്ട് ഇതങ്ങോട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. പിന്നെ മെയിൻസ് സ്പെസിഫിക് ആയ ചില ഏരിയാസ് ഉണ്ട്. സിലബസ് എത്ര മാറിയാലും മാറാത്ത ചില മെയിൻസ് സ്പെസിഫിക് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ കേരള ഗവർണൻസ് തുടങ്ങിയ മേഖലകൾ. ഇത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇതൊക്കെ പഠിച്ചൊന്ന് സെറ്റായി വരുമ്പോഴേക്കും PSC സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് ഇറക്കും. പിന്നെ നമുക്ക് ഫുൾ ടൈം സ്പെഷ്യൽ ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് തന്ത്രപരമായി പഠിക്കാൻ പറ്റും. ഇതാണ് പഴുതടച്ചുള്ള സ്റ്റഡി പ്ലാൻ. ഞങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഡിഗ്രി മെയിൻസ് ബാച്ചിലെ തന്ത്രം ഇത് തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ള സബ്ജക്റ്റുകൾ, മെയിൻസ് എക്സ്ക്ലൂസീവ് ഏരിയാസ്, കോമൺ ടോപ്പിക്സ് ഇതെല്ലാം ഫിനിഷ് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്സ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഏരിയാസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കാൻ പറ്റും. പിന്നുള്ള ഫുൾ ടൈം സ്പെഷ്യൽ ടോപ്പിക്സിനകത്തെ ഓരോ മാർക്കും നേടിയെടുക്കാനുള്ള തീവ്രമായിട്ടുള്ള കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഒരു അഫോർഡബിൾ ഫീസിൽ ഞങ്ങളുടെ മെയിൻസ് ബാച്ചുകൾ ലഭ്യമാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച അതേ സ്റ്റഡി പ്ലാനും മെത്തഡോളജിയും തന്നെയാണ് ഒരു അപ്ഡേറ്റഡ് രൂപത്തിൽ ഈ ബാച്ചിലും നിങ്ങൾക്ക് ലഭിക്കുക. ഒന്നിൽ കൂടുതൽ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ടിൽ കോംബോ ബാച്ചുകളും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, പഠിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് പല പല കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും അല്ലെ. പ്രിലിംസിന്റെ റിസൾട്ട് വരട്ടെ, അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എന്താവും, എങ്ങനെ പഠിക്കും, പഠിച്ചിട്ട് കാര്യമില്ല. ഈ രീതിയിൽ മനസ്സ് പല രീതിയിലും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ പഠിച്ച് തുടങ്ങേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ. ഇനിയിപ്പോൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ ഇടുക. ഒരു 5-6 മണിക്കൂർ എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾ പ്രിലിംസ് പാസ്സാകുമോ എന്ന് ഭയങ്കരമായ സംശയമുള്ള വ്യക്തികളാണെങ്കിൽ പ്രിലിംസിന് മെയിൻസിന് ഒരുമിച്ചുള്ള കോമൺ ടോപ്പിക്സ് തൽക്കാലം നോക്കുക. അതാവുമ്പോൾ ഇൻ കേസ് പ്രിലിംസ് പാസ്സായില്ലെങ്കിലും അടുത്ത വർഷം വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമല്ലോ. കണ്ടിന്യൂസ് ലേണിംഗിൽ ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരു പരീക്ഷയിൽ മറ്റൊരു പരീക്ഷയിൽ ഒരു വർഷത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സാകുന്ന 100% ഉറപ്പുള്ള വ്യക്തിയാണെങ്കിൽ മെയിൻസ് എക്സ്ക്ലൂസീവ് ടോപ്പിക്കുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കേരള ഗവർണൻസ് മുതലായ ഏരിയാസ് ആയിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനിയാണ് കട്ട് ഓഫിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയം. എന്റെ ഒരു അഭിപ്രായത്തിൽ കട്ട് ഓഫ് പ്രിഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അശാസ്ത്രീയമായ ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പ്രിഡിക്ട് ചെയ്തിട്ടുള്ള കട്ട് ഓഫുകൾക്ക് ആക്യുറസി ഉണ്ടായിരുന്നു. അതൊരു ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്, അല്ലാതെ വലിയ സയന്റിഫിക് ബേസിസ് അതിനില്ല. അപ്പൊ ആ ഒരു ഉൾവിളി, ആ ഒരു ഇൻസ്റ്റിക്റ്റിന്റെ പുറത്ത് മാത്രം പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു 40 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചു തുടങ്ങും. ഇതൊരു കട്ട് ഓഫ് പ്രിഡിക്ഷൻ ആയിട്ടൊന്നും ആരും കണക്കാക്കണ്ട. നിങ്ങൾക്ക് സ്റ്റഡീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഇനിഷ്യൽ സ്പാർക്കായി മാത്രം കണ്ടാൽ മതി. കാര്യം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വലിയ വേക്കൻസി ഉള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ അത്രയും ആൾക്കാരെ അവരെ മെയിൻസിലേക്ക് എടുത്തെങ്കിലേ പറ്റുള്ളൂ. ഇന്റർവ്യൂ ഘട്ടം കൂടെ വരികയാണെങ്കിൽ അതിന്റെ ഒരു സംഖ്യ എന്ന് വെച്ചാൽ 3-4 ഇരട്ടിയാവും. കഴിഞ്ഞ LSTD സെക്രട്ടറിക്ക് പറ്റിയത് അതാണ്. വലിയ കട്ട് ഓഫ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. കട്ട് ഓഫ് വന്നപ്പോഴത്തേക്കും വലിയ കട്ട് ഓഫ് ഒന്നും ഇല്ലായിരുന്നു. ചുമ്മാ പോയി പ്രിലിംസ് ചെയ്ത ആൾക്കാർ പാസ്സായിരുന്നു. പക്ഷേ റിസൾട്ട് വരുന്നവരെ നോക്കി ഇരുന്നത് കൊണ്ട് അവർക്ക് മെയിൻസിന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല. നേരത്തെ പഠിച്ചു തുടങ്ങിയ ടീംസ് ഉണ്ടല്ലോ, അവരാണ് LSTD റാങ്ക് ലിസ്റ്റിന് അത് ടോപ്പിൽ വന്നിട്ടുള്ളത്. സോ ഈ ഒരു നിർണായക നിമിഷത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിക് ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊരു വാക്കിത് മാത്രമാണ്. ഇൻ കേസ് ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റിയില്ല, മെയിൻസ് എഴുതാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മെയിൻസ് ബാച്ചിൽ നിന്നും ഞങ്ങളുടെ മറ്റ് ബാച്ചുകളിലേക്ക്, ലോങ് ടൈം ബാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ബാച്ചുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. റിമൈനിങ് ഫീസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ അടക്കേണ്ടി വരിക, അല്ലാതെ ബാച്ചിന് ഫുൾ ഫീസ് അടക്കേണ്ടി വരില്ല. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ LSTD റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റാതെ പോയി ഞങ്ങളുടെ സ്റ്റുഡൻസ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് വന്നു. അവർ ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടോപ്പ് റാങ്ക് അടിച്ചിട്ടുണ്ട്. സോ ആരും വഴിയാധാരം ആവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വാശി. സോ കൺക്ലൂഷൻ ആയിട്ട് അവസാനമായി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മറ്റുള്ളവർ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ബഹുദൂരം മുന്നിൽ എത്തിയിരിക്കണം. കാര്യം ഇതൊരു യുദ്ധമാണല്ലേ. യുദ്ധത്തിൽ ഏറ്റവും തന്ത്രപരമായി നീങ്ങുന്ന ആൾക്കാരെ മാത്രമേ ജയിക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ പഠിക്കാൻ തുടങ്ങിയില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം തോന്നി തുടങ്ങില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഫ്യൂച്ചറിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സെയിം മിസ്റ്റേക്ക് ഞാനും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് ആവർത്തിക്കാൻ പാടില്ല. സോ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത യുദ്ധത്തിനുള്ള ആയുധത്തിന് മൂർച്ച കൂട്ടി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാം.